ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 2-3 ദിവസമായില്ലേ വ്ളോഗും വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് മൊത്തത്തിലൊരു മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നൊരു ചെറിയ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എൻ്റെ മൂത്താപ്പാൻ്റെ മകന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുടി കളച്ചിലാണ്. 21-ന് മരുമകൾ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടീനെ കാണലിൻ്റെ ഒരു വിശേഷമായിട്ടോട്ടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ മൊത്തത്തിൽ അവർക്ക് പ്രൈവസി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഉള്ള വീഡിയോസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോകണത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. വെട്ടത്തൂർ അവളുടെ വീട് ഉള്ളത് തിരുവാങ്കുന്നാണ്. അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. ഉച്ചക്കുള്ള ഫംഗ്ഷനാണ് പോണത്. രാവിലെ അറിവും മുടി കളച്ചിലൊക്കെ കഴിഞ്ഞ് അതിന് വാപ്പ പോയിട്ടുണ്ടായിരുന്നു. വാപ്പ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ഫംഗ്ഷനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. തിരുവാങ്കുന്ന് അവളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കുട്ടീൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെ അമ്മായിയുടെയൊക്കെ മക്കളാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഉണ്ടായിരുന്നത് ഗീ റൈസും ചിക്കൻ മന്തിയും പിന്നെ ചിക്കൻ ചില്ലിയും ബീഫ് റോസ്റ്റും ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സച്ചുട്ടന് ഉമ്മ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അല്ലും ഉണ്ടായിരുന്നു. ചോദിച്ചു വാപ്പാൻ്റെ കൂടെ ഫുഡ് കഴിക്കാനും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കോലല്ലാതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതേപോലെ എല്ലാ വണ്ടികളും ഇറങ്ങി വരില്ല. എന്താ പറയുക, ഒരു റോഡാണ്. അപ്പോൾ തിരിച്ച് വണ്ടി എടുത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. വണ്ടികളൊക്കെ മുകളിലായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ ഒരു അവസ്ഥയില്ലായിരിക്കുന്നു. പിന്നെ ഒന്ന് തോർന്ന ഇടയിലാണ് എല്ലാവരും പാടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. അമ്മൂനെ കാണണം. പിന്നെ അമ്മൂൻ്റെ മകൾ പ്രസവിച്ചാനായിട്ടുണ്ട് കേട്ടോ. 9-ാം മാസമാണ്. അവളെയും കണ്ടിട്ട് കുറേ ആയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ 2 മാസമായിരുന്നു. അപ്പോൾ കണ്ടതാണ് അവരെയൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം തിരിച്ച് പോരും വേണം എനിക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നേരെ കാപ്പിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആൻറ്റി ഇതാ നല്ല അടിപൊളി സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് പൂങ്കാവനം ഡാമായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ വെട്ടത്തൂർ മലപ്പുറം ജില്ലയിലെ ലേഖ ഡാമായിരുന്നു. അതാകെ കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, ഈ ചെറുപ്പക്കാർ എന്താ പറയുക, എന്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂട്ടായ്മ മുൻകൈ എടുത്തിട്ടാണ് ആ ഡാമൊക്കെ ഇപ്പോൾ വിപുലീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് അതങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത ഡാമിൽ വെള്ളമൊക്കെ വന്നപ്പോൾ പഴയ പോലെ ഉഷാറായി വരുന്നുണ്ട്. ആളുകളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതുവഴി പോകുന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇതാ നല്ല അടിപൊളി സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കൻ സമൂസ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നുണ്ടോ. മഗ്‌രിബ് ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പോയാലാണെങ്കിൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണേണ്. രാവിലെയൊക്കെ പോയി രാത്രിയൊക്കെ വരവ്. ഇപ്പോൾ അതിനൊന്നും ഒഴിവ് കിട്ടലില്ല പോവാൻ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഒരു ചക്ക ഉണ്ടായിരുന്നു. പഴഞ്ചക്കയായിരുന്നു പഴുത്തത്. അപ്പോൾ അതും എല്ലാവരും കൂടി ഇതേപോലെ മുറ്റത്തിരുന്ന് കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം.